ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ സ്ട്രാറ്റജീസ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് ഓർ അപ്രോച്ചസ് ഫോർ ഡിറ്റർമൈനിങ് വർക്കിംഗ് ക്യാപിറ്റൽ മിക്സ് എന്നുള്ള ടോപ്പിക്കാണ്. സ്ക്രീൻ ഷെയർ ചെയ്യാം. Approaches to determine working capital mix. These approaches deal with the financing of working capital. However, the approaches are based on generating assumptions that short-term sources of fund cost less than comparison to long-term sources of fund. These approaches are briefly explained as below. First approach, hedging approach. According to hedging approach, the permanent working capital requirement should be financed by a long-term fund, while the temporary or seasonal working capital requirement should be financed out of short-term fund or current liabilities. അപ്പോൾ ഹെഡ്ജിങ് അപ്രോച്ച് പ്രകാരം നമ്മുടെ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് വേണ്ട ഫണ്ട് ഫിനാൻസ് ചെയ്യുന്നത് ലോങ് ടേം ഫണ്ടിൽ നിന്നും, അതുപോലെ തന്നെ ടെമ്പററി അല്ലെങ്കിൽ സീസണൽ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ട എമൗണ്ട് ഫിനാൻസ് ചെയ്യുന്നത് ഷോർട്ട് ടേം അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസിൽ നിന്നും ആയിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു അപ്രോച്ചിൽ പറയുന്നത്. Okay. According to this approach, the expected life of an asset is matched with the period of source of finance the asset is financed. Okay. ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം, ഈ ഒരു അപ്രോച്ച് പ്രകാരം എന്താണ് ഒരു അസറ്റിന്റെ എക്സ്പെക്റ്റഡ് ലൈഫ് എന്ന് പറയുന്നത് ആ അസറ്റിലേക്ക് ഫിനാൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഴ്സ് ഓഫ് അസറ്റിന്റെ എന്താണ് ലൈഫിന് തുല്യമായിരിക്കണം, അതിന്റെ പീരീഡിന് തുല്യമായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, the life of an asset should match with the maturity of source of finance. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ എന്താണ് അസറ്റിന്റെ ലൈഫും അതുപോലെ തന്നെ ഫിനാൻസിന്റെ മെച്യൂരിറ്റിയും രണ്ടും എന്തായിരിക്കണം, മാച്ച് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് മാച്ചിങ് അപ്രോച്ച്. അതുകൊണ്ട് തന്നെ ഹെഡ്ജിങ് അപ്രോച്ച് നമ്മൾ മാച്ചിങ് അപ്രോച്ച് എന്നുള്ള രീതിയിലും അറിയപ്പെടുന്നുണ്ട്. മാച്ചിങ് അപ്രോച്ച് എന്ന് ഹെഡ്ജിങ് അപ്രോച്ചിനെ പറയുന്നുണ്ട്. ഓക്കെ. അപ്പം അതായത് ഹെഡ്ജിങ് അപ്രോച്ചിൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ്ജിങ് അപ്രോച്ചിൽ പറയുന്നത് പ്രധാനമായിട്ടും എന്താണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് ഫണ്ട് ചെയ്യേണ്ടത് ലോങ് ടേം ഫണ്ടിൽ നിന്നും, ഷോർട്ട് ടേം അല്ലെങ്കിൽ സീസണൽ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് ഫണ്ട് ചെയ്യേണ്ടത് എന്താണ് കറന്റ് ലയബിലിറ്റീസിൽ നിന്നും അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫണ്ടിൽ നിന്നും ആണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ ഒരു മാച്ചിങ് അപ്രോച്ചാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന അസറ്റിലേക്ക് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൽ നമ്മൾ വാങ്ങുന്ന അസറ്റ് ഉണ്ടല്ലോ, ആ അസറ്റിന്റെ ലൈഫ് പീരീഡും അതുപോലെ തന്നെ നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സോഴ്സ് ഓഫ് ഫിനാൻസിന്റെ മെച്യൂരിറ്റിയും തമ്മിൽ എന്തായിരിക്കണം, മാച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹെഡ്ജിങ് അപ്രോച്ച് നമ്മൾ മാച്ചിങ് അപ്രോച്ച് എന്നും പറയുന്നുണ്ട്. ഒരു എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ട്. For example, an asset whose expected life is 10 years should be financed only through 10-year loan or 10-year debenture, 10-year redeemable preference share. അതായത് 10 വർഷം ലൈഫുള്ള ഒരു അസറ്റിലേക്ക് നമ്മൾ ആ അസറ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ ഫിനാൻസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, 10 വർഷം ലൈഫുള്ള ഒരു ലോണിലൂടെ ആയിരിക്കണം, അല്ലെങ്കിൽ ഡിബെഞ്ചറിലൂടെ ആയിരിക്കണം, അല്ലെങ്കിൽ റെഡീമബിൾ പ്രിഫറൻസ് ഷെയറിലൂടെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. എന്താണ് ഓയ് ആ ഉണ്ട്, പുറത്തുനിന്ന് വിളിപ്പിച്ചോ. Then here the term hedging refers to the process of matching maturity of debt with the matching of financial needs. Hedging approach is also known as self-liquidating approach. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. ഇതിന് മറ്റൊരു പേരാണ് സെൽഫ് ലിക്വിഡേറ്റിംഗ് അപ്രോച്ച് എന്നുള്ളത്. ഇനി അടുത്ത അപ്രോച്ചാണ് കൺസർവേറ്റീവ് അപ്രോച്ച്. എന്താണ് കൺസർവേറ്റീവ് അപ്രോച്ച്? അക്കോർഡിംഗ് ടു കൺസർവേറ്റീവ് സ്ട്രാറ്റജി, it is necessary to maintain a high level of working capital and it should be financed by long-term fund like share capital or long-term debt. ഈ കൺസർവേറ്റീവ് അപ്രോച്ച് പ്രകാരം ഓരോ ഓർഗനൈസേഷൻ ഹൈ ലെവൽ വർക്കിംഗ് ക്യാപിറ്റൽ കെപ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ആ വർക്കിംഗ് ക്യാപിറ്റൽ തന്നെ ഫണ്ട് ചെയ്യേണ്ടത് ഏതിലൂടെയാണ്,
ലോങ് ടേം ഫണ്ടിലൂടെ ആയിരിക്കണം, അതായത് ഷെയർ ക്യാപിറ്റലോ ലോങ് ടേം ഡെപ്റ്റിലൂടെയൊക്കെ ആയിരിക്കണം എന്ത് ആ ഫണ്ട് ആ വർക്കിംഗ് ക്യാപിറ്റലിലേക്കുള്ള ഫണ്ടിങ് നടത്തേണ്ടത്. ഓക്കെ, അതാണ് കൺസർവേറ്റീവ് അപ്രോച്ചിൽ പറയുന്നത്. ഓക്കെ, അതായത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്താണ് മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻസിനും അതുപോലെ തന്നെ ഇതിനൊക്കെ അനുസരിച്ചിട്ട് ബിസിനസ് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണിത്. അതാണ് ഈ കൺസർവേറ്റീവ് അപ്രോച്ചിൽ ഇത്രയധികം ഫണ്ട് കെപ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് എന്താണ് സഫീഷ്യന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായാൽ മാത്രമേ ബിസിനസ് സ്മൂത്ത് റണ്ണിങ് നടക്കുകയുള്ളൂ. അപ്പോൾ ദെൻ ആ സഫീഷ്യന്റ് വർക്കിംഗ് ക്യാപിറ്റലിന് ആവശ്യമായ ഫണ്ടിങ് നടത്തേണ്ടത് ലോങ് ടേം ഫണ്ടിലൂടെ സോഴ്സിലൂടെ ആയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് അഗ്രസീവ് അപ്രോച്ച്. The entire estimated amount of current asset is financed from short-term sources. This approach makes the finance mix more risky, less costly, and more profitable. അതായത് അഗ്രസീവ് അപ്രോച്ച് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റലിലേക്കുള്ള മൊത്തം എമൗണ്ടും നമ്മൾ ഫിനാൻസ് ചെയ്യേണ്ടത്, നമ്മൾ ഫണ്ടിങ് നടത്തേണ്ടത് ഷോർട്ട് ടേം സോഴ്സസിൽ നിന്നാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ അപ്രോച്ച് അതുകൊണ്ട് തന്നെ എന്താണ് കൂടുതൽ റിസ്കിയാണ്, എന്നാൽ ലെസ് കോസ്റ്റ്ലി ആണ്. റിസ്ക് കൂടുതലാണ് എന്നാൽ കോസ്റ്റ് എന്താണ് കുറവാണ്. കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് എന്ത് ഈ അഗ്രസീവ് അപ്രോച്ചിൽ പറയുന്ന പ്രകാരം നമ്മൾ ഷോർട്ട് ടേം സോഴ്സിൽ നിന്നും ഫണ്ട് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് കറണ്ട് അസറ്റിലേക്ക് ഫിനാൻസ് ചെയ്യണം എന്നാണ് ഇത് പറയുന്നത് അഗ്രസീവ് അപ്രോച്ചിൽ പറയുന്നത്. അതായത് ഷോർട്ട് ടേം റിസോഴ്സസിനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാനാണ് ഈ ഒരു അപ്രോച്ചിൽ പറയുന്നത്. അടുത്ത അപ്രോച്ചാണ് സീറോ വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ച്. ലാസ്റ്റ് അപ്രോച്ചാണ് സീറോ വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ച്. Under this policy, the working capital tend to be zero. In other words, at all time, the current asset shall equal to current liabilities. Excess investment in current asset is avoided and firm meet its current liabilities out of the matching current asset. അതായത് സീറോ വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ്. അത് വർക്കിംഗ് ക്യാപിറ്റൽ സീറോ ആയിട്ട് കെപ്റ്റ് ചെയ്യുക. ഈ അപ്രോച്ച് പ്രകാരം ഒരു ഓർഗനൈസേഷൻ ആ ഓർഗനൈസേഷനിലെ കറണ്ട് അസറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? കറണ്ട് ലയബിലിറ്റി ഈക്വൽ ആയിരിക്കും. നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി, അല്ലെങ്കിൽ എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലയബിലിറ്റി ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല. അതായത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ കറണ്ട് അസറ്റിൽ നമ്മൾ നടത്തുന്ന എക്സസ് ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ എന്ത് ചെയ്യുന്നു? പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സീറോ വർക്കിംഗ് ക്യാപിറ്റൽ പോളിസി ആൾസോ എൻഷുർ സ്മൂത്ത് ആൻഡ് അൺഇൻറ്ററപ്റ്റഡ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. സീറോ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ അല്ലെങ്കിൽ സീറോ വർക്കിംഗ് ക്യാപിറ്റൽ പോളിസി എന്താണ്? സ്മൂത്ത് ആൻഡ് അൺഇൻറ്ററപ്റ്റഡ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഉറപ്പുവരുത്തുന്നതാണ്. ഇറ്റ് ഷുഡ് പ്രഷർ the financial manager to improve the quality of current asset at all time to keep 100% realizable. അതായത് നമ്മുടെ കറണ്ട് ലയബിലിറ്റി മീറ്റ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ അത് ഈ കറണ്ട് അസറ്റ് കൃത്യമായിട്ട് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന, അത് 100% റിയലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ട ബാധ്യത ആർക്കാണ്? ഫിനാൻഷ്യൽ മാനേജർക്കാണ്. ഓക്കെ, അതുകൊണ്ട് അപ്പോൾ ഒരു സീറോ വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ച് പ്രകാരം എന്താണ്? എത്രയാണോ നമ്മുടെ കറണ്ട് അസറ്റ് അതിന് ഈക്വൽ ആയിട്ടുള്ള കറണ്ട് ലയബിലിറ്റി. അപ്പോൾ നമുക്ക് കറണ്ട് ലയബിലിറ്റി മീറ്റ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ നമ്മുടെ കറണ്ട് അസറ്റ് റിയലൈസ് ചെയ്ത് കറണ്ട് ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് കൃത്യമായിട്ട് അതാണ് അത്രയും എന്താണ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള കറണ്ട് അസറ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം. അപ്പോൾ അതിനർത്ഥം എന്താണ്? നമുക്ക് എക്സസ് ആയിട്ട് ഈ കറണ്ട് അസറ്റിൽ ക്യാഷ് ബ്ലോക്ക്ഡ് ആയിട്ട് കിടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ ഒരു അപ്രോച്ച് പ്രകാരം. ഓക്കെ, അതാണ് സീറോ വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 4 വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ചാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ ഉള്ളത്. ഒന്ന് ഹെഡ്ജിങ് അപ്രോച്ച്, കൺസർവേറ്റീവ് അപ്രോച്ച്, അഗ്രസീവ് അപ്രോച്ച്, സീറോ വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ച്. ഹെഡ്ജിങ് അപ്രോച്ചിൽ പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മുടെ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് ഫണ്ട് ചെയ്യേണ്ടത് ലോങ് ടേം ഫണ്ടിൽ നിന്നും, ടെമ്പററി അല്ലെങ്കിൽ സീസൺ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് ഫണ്ട് ചെയ്യേണ്ടത് ഷോർട്ട് ടേം ഫണ്ടിൽ നിന്നാണെന്ന് പറയുന്നത്. അതായത് ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം നമ്മുടെ കറണ്ട് അസറ്റിന്റെ ലൈഫും അതുപോലെ തന്നെ അതിലേക്ക് ഫണ്ട് ചെയ്തിട്ടുള്ള സോഴ്സ് ഓഫ് ഫിനാൻസിന്റെ മെച്യൂരിറ്റിയും എന്തായിരിക്കണം? മാച്ച് ചെയ്യുന്ന തരത്തിലായിരിക്കണം എന്നാണ് ഈ ഒരു, അതുകൊണ്ട് തന്നെ ഇതിന് മാച്ചിങ് അപ്രോച്ച് എന്നും പറയുന്നുണ്ട്. കൺസർവേറ്റീവ് അപ്രോച്ച് പ്രകാരം ഇവിടെ പൂർണ്ണമായിട്ടും എന്താണ്? ഹൈ ലെവൽ വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ഓർഗനൈസേഷൻ കെപ്റ്റ് ചെയ്യണമെന്നും അത് ഓർഗനൈസേഷൻ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് അത് ആവശ്യമാണെന്നും ആണ് പറയുന്നത്. അത് പ്രകാരം എന്താണ്? അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഹൈ ലെവൽ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഫിനാൻസ് ചെയ്യുന്നത് ഏതിലൂടെ ആയിരിക്കണം? ലോങ് ടേം
ഫണ്ടിലൂടെ ആയിരിക്കണം. അതായത് ഷെയർ ക്യാപിറ്റൽ, ലോങ് ടേം ഡെപ്റ്റ് തുടങ്ങിയ ഫണ്ട് യൂസ് ചെയ്തിട്ടായിരിക്കണം അതിലേക്ക് നമ്മൾ ഫിനാൻസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. എമർജൻസി സിറ്റുവേഷൻ മാത്രമേ ഷോർട്ട് ടേം സോഴ്സ് നമ്മൾ യൂസ് ചെയ്യാവൂ എന്നാണ് ഈ കൺസർവേറ്റീവ് അപ്രോച്ചിൽ പറയുന്നത്. പിന്നെ അഗ്രസീവ് അപ്രോച്ചിൽ പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് വേണ്ട ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതിലേക്ക് വേണ്ട ഫണ്ട് കണ്ടെത്തേണ്ടത് ഷോർട്ട് ടേം സോഴ്സസിൽ നിന്നായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഷോർട്ട് ടേം സോഴ്സസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫിനാൻസ് കുറച്ച് റിസ്കി ആയിരിക്കും, എന്നാൽ ലെസ് കോസ്റ്റ്ലി ആണ്, മോർ പ്രോഫിറ്റബിളും ആണ് അത് എന്നാണ് പറയുന്നത്. ദെൻ സീറോ വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ച് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ട, അതായത് എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓർ കറണ്ട് ലയബിലിറ്റി, അതായത് കറണ്ട് ലയബിലിറ്റിക്ക് മുകളിൽ കറണ്ട് അസറ്റ് വരുന്ന ഒരു സിറ്റുവേഷൻ വേണ്ട, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും ഈക്വലായി ഇടന്നാൽ മതി എന്നുള്ള ഒരു അപ്രോച്ചാണ് എന്ത് സീറോ വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വായിച്ച് നോക്കുക, ചിലപ്പോൾ മേ ബി ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ ചോദിക്കാം.